ഇതാണ് സൈഡിലുള്ള ഒരു വ്യൂ. ഡൂക്കിൻ്റെ ഫോർക്കിൻ്റെ മുകളിലിരുന്ന ക്യാപ്പാണ് കേട്ടോ. ഈ മുട്ടിൻ്റെ ഇവിടെ ഒരു പാഡുണ്ട്, പിന്നെ ഇതിൻ്റെ സാഡിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് BS3 വണ്ടിയുടെ മീറ്റർ കൺസോളാണ് കേട്ടോ. അവിടെ യൂണിവേഴ്സൽ ടെയിൽ ടേഡിയാണ്. നല്ല മടക്കി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിൽ ടൈറ്റ് സെറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ 390 ഒരു ടൈൽറ്റേഡി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ഓറഞ്ച് കളറാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. ബ്ലാക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസായിരുന്നു. എന്തായാലും ഈ ടൈൽറ്റേഡി നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാം, എന്നിട്ട് കൊള്ളാൻ നോക്കാം. കൊള്ളത്തിലേക്ക് മാറ്റിയിട്ട് വേറെ മോഡൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഡയറക്റ്റ് ഫിറ്റാണ്, ഇതിൻ്റെ അകത്ത് വേറെ ബോൾട്ടുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടൈൽറ്റേഡി വണ്ടി സെറ്റ് ചെയ്യാൻ നേരത്ത് വേറെ വൈബ്രേഷനോ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈൽറ്റേഡി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ ഗിയറോൺ ഷോപ്പിലാണ്. കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഇട്ടായിരുന്നു ഗിയറോൺ ഷോപ്പിൻ്റെ ഒരു വീഡിയോ. ആ ഷോപ്പിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഇന്ന് നമുക്ക് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോയും പിന്നെ ഷോപ്പിൻ്റെ അതുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഡൊമിനോൻ്റെ ബാറിൻ്റെ മിറർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ്. അപ്പം ബാറിൻ്റെ മിറർ ഞാൻ മുമ്പെടുത്ത ഒരു വേറൊരു മോഡലാണ്. പക്ഷേ ഈ മിറർ കുറച്ചും കൂടെ നൈസായിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആണ്. മാത്രമല്ല ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, ഈ ഒരു ഭാഗം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ബാറിൻ്റെ നമ്മുടെ ഡൊമിക്കുട്ടലിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അകത്ത് നമ്മളൊരു R15 V2 V2ൻ്റെ ബാക്ക് പീസ് നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മോഡിഫിക്കേഷൻ, ഇത് പാർട്സ് ഇവിടെ നിന്ന് എടുത്തേനെ കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ, ഓക്കെ. അപ്പോൾ ഈ പാർട്സ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഏത് കളറാണ് ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ ഷോയ്ക്കിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു മെറ്റാലിക് സിൽവർ. ഓ ഇതാണല്ലേ. ഓ ഇത് ഇന്നലെ അടിക്കുമോ? അപ്പോൾ ഇന്ന് വീഡിയോ തന്നെ കാണാമല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ പെയിൻറ്റ് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ തന്നെ കാണാൻ പറ്റും, വീഡിയോയുടെ അവസാനം വരെ. അപ്പോൾ എല്ലാവരും നിങ്ങൾ കാണാം, എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിൽക്കുന്ന ഗിയറോണിൻ്റെ അടിയിലത്തെ റൂമിലാണ്, മുകളിലത്തെ റൂമിലാണ് ഇവരെ ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാണ്, എങ്കിലും കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആക്സസറീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഹെൽമെറ്റും മറ്റു കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗിയറോണിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്സസറീസ് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടൈൽറ്റേഡിയില്ല, ഇപ്പോൾ ഈ ടൈൽറ്റേഡിയുടെ വേറെയും കുറച്ച് മോഡലിൽ മോൾ ഇരിപ്പുണ്ട്. അപ്പോൾ മോളിൽ പോയിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ടൈൽറ്റേഡിയുടെ കളക്ഷനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ് നമ്മളെ നിഖിൽ ബ്രോയോട് തന്നെ ചോദിച്ചു നോക്കാം. ഹലോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ പുതിയതായിട്ടൊരു പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് ഒരു ബ്രാൻഡ് വന്നേക്കുന്നതാണ്. SWV എന്ന് പറയുന്നുണ്ടുള്ള ഒരു ബ്രാൻഡ്. ഇത് ആണ് ബ്രോ നോക്കുന്ന മോഡൽ, നമ്മുടെ ഡ്യൂക്കിന് വേണ്ടിയിട്ടുള്ളത്. ഇത് R15ൻ്റെത്, അങ്ങനെ പല മോഡൽ. ഇത് ഇത്രയും വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാം ടൈൽറ്റേഡീസ് ആണ്. ഓൾമോസ്റ്റ് 1 2 3 4 5 6 7 8 9 ഓൾമോസ്റ്റ് 9 to 10 മോഡൽസ് ടൈൽറ്റേഡീസ് ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ മോഡലിന് വരുന്നത് 750 ആണ്. ഇതിന് വരുന്നത് ഡ്യൂക്കിനല്ല, ഈ ബ്രാൻഡിന്റെ സാധനത്തിന് എന്ന് പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പാണ്. 750 ആണ് MRP വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മളെ വേറെ ടൈപ്പ് യൂണിവേഴ്സൽ ടൈൽറ്റേഡീസും ഡ്യൂക്കിന് വയ്ക്കാൻ പറ്റുന്ന ഇതെല്ലാം വയ്ക്കാൻ പറ്റുന്ന തന്നെ. ഇത് പറ്റില്ല, ഇതും പറ്റില്ല. ഇത് മൂന്നും വേറെ വണ്ടി ഇവിടെ ഉള്ള, ബാക്കിയെല്ലാം യൂണിവേഴ്സലും. ഇത് എക്സ്ക്ലൂസീവ് ഡ്യൂക്കും അങ്ങനെയുള്ള KTMന് വേണ്ടിയിട്ട് വരുന്ന മോഡലാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ടൈൽറ്റേഡിയാണ്, CNC ടൈൽറ്റേഡി. അതിൻ്റെ വെർഷൻ 1 ആണ്. അതിൻ്റെ പുതിയ മോഡലാണ് ഇതാ ഈ വരുന്നത്. ഇതിന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ഒരു ഈ ഡിസൈനിൻ്റെ വ്യത്യാസം. ഞാൻ 220 വെച്ചിട്ടുണ്ട് ഈ മോഡൽ. ഇത് പഴയ മോഡൽ. ഇതെന്ന് പറഞ്ഞാൽ പണ്ടോട്ടേ ഉള്ള മോഡൽ. പിന്നെ അതിൻ്റെ തന്നെ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വേറൊരു മോഡലാണ് ഇത് വരുന്നത്. ഇത് CNCയുടെ തന്നെ ഫോൾഡബിൾ ടൈപ്പായിട്ട് വരുന്നത് വിത്ത് LED. നല്ല മടക്കി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഓൺ ദ വെയിൽ റണ്ണിങ്ങിൽ മടക്കാമെന്നല്ല, നമുക്ക് വണ്ടിയോടെ നിർത്തിയിട്ടൊക്കെ അത്യാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്യുന്ന എടുക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മോഡൽ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ലോക്കൽ ടൈൽറ്റേഡിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിന് മുമ്പിലുള്ള ബ്രോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇവിടെ ചെയ്തിട്ടില്ല പറഞ്ഞ ക്വാളിറ്റി രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരെയാണ് ഇരിക്കും. ജസ്റ്റ് ഇതൊന്ന് പിടിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയേ. ഇത് എങ്ങനെയുണ്ട്? നല്ല വെയിറ്റ് ഉണ്ട്. ഇത് പേപ്പർ കണക്കിരിക്കുകയാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളത്. ഇത് എല്ലാം കണക്ക് ക്വാളിറ്റിയുടെ ഒരു പെട്ടെന്ന് പൊട്ടിപ്പോയായിരുന്നു. പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പം എല്ലാം കാണിക്കുമ്പോൾ എല്ലാം പറയുമ്പോൾ ചിലർ പറയും കുറഞ്ഞത് മതി എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാനും ഇത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് ഇച്ചിരി അത്യാവശ്യം ഒരു വെയിറ്റ് ഒക്കെ വരുന്ന നല്ലൊരു മോഡലാണ്. ഇവിടെ ഫുള്ള് നമ്മളെ സബ്സ്ക്രൈബർ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും ഫുള്ള് നമ്മളെ സബ്സ്ക്രൈബറാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നല്ല ആൾക്കാർ ഷോപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ഗ്രൂപ്പിലാണ് ഹെൽമെറ്റ് കിട്ടിയിരിക്കണം. പേരെന്താ പേര് അനന്ത്. എവിടെ വരാം? ഡെനിൻ അക്ഷയ് സൂരജ്. അപ്പോൾ നമ്മൾ 4 പേര് നേരത്തെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു. അവരൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവരിങ്ങനെ വന്ന് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ വീഡിയോ എടുത്ത് ഇനി ബാക്കിൽ കുറേ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് പറഞ്ഞു. ഓക്കെ, തിരക്കാണ് കേട്ടോ ഷോപ്പിൽ നിന്നിപ്പോൾ.
ഗൈസ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു പ്രോഡക്റ്റാണ് നമ്മളെ ഡ്യൂക്കിലൊക്കെ ഫോർക്കിൽ കിടന്ന സംഭവം. ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഡ്യൂക്കിൻ്റെ ഫോർക്കിൻ്റെ മുകളിലിരുന്ന ക്യാപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ മുകളിലിരുന്ന ക്യാപ്പ് ഇതും അത് തന്നെ കേട്ടോ. അതിൻ്റെ 2 മോഡലാണ്. പിന്നെ ഇത് നമ്മളെ ഫ്രണ്ട് കുട്ടി പോക്കറ്റ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്ന ഒരു ചെറിയൊരു കവറാണ്. ഇത് നമ്മുടെ ബാക്ക് ചെയിൻ്റെ ഒരു കവറാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കാണിക്കാമെന്ന് വെച്ചാൽ ബാഗ് നിങ്ങൾ അന്ന് കണ്ടാണ് നമ്മളെ ടാങ്കിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ബാഗ്. അപ്പോൾ നൈസ് സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. നമ്മളിപ്പോൾ ഒരു ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ മോട്ടോ ബ്ലോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ബാഗാണ്. നമുക്ക് ഒരേ സമയം ഇത് തോളിലും ഇടാം, മാത്രമല്ല ടാങ്ക് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാ അതായത് വേണ്ട, നമുക്ക് പെട്ടെന്ന് നമുക്ക് വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ ടാങ്ക് ബാഗ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കും കേട്ടോ. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് കവറും കൂടെ ഈ സൈഡ് ഒരേ കിടപ്പുണ്ട്. ഇപ്പോൾ ഒറ്റ കൈ ഉള്ളതുകൊണ്ട് എല്ലായിടും ഓപ്പണായി കാണിച്ചു തരാൻ വയ്യ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോ കാണിക്കാത്ത വേറൊരു സംഭവമാണ് നമ്മളെ ഈ റൈഡിങ് പാൻറ്റ്. ഇത് നോട്ടത്തിൽ കണ്ട റൈഡിങ് പാൻറ്റായിട്ട് തോന്നത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ പക്ക റൈഡിങ് പാൻറ്റ് ആ ക്വാളിറ്റി ഇല്ല എങ്കിലും നമുക്ക് നമുക്കൊരു അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു കല്യാണമോ അങ്ങനെ മറ്റു ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുകൊണ്ടുള്ള ഒരു നൈസ് പാൻറ്റാണ്. ഈ മുട്ടിൻ്റെ ഇവിടെ ഒരു പാഡുണ്ട്. പിന്നെ അങ്ങനെ ഉള്ളൊരു പാൻറ്റാണ് കേട്ടോ. സംഭവം റേറ്റും കാര്യങ്ങളൊന്നും അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് 8 സംതിങ് ആവുമെന്ന് തോന്നുന്നു കേട്ടോ. സൊലൈസിൻ്റെ ബ്രാൻഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ച്. ഇനി വെച്ചോ ബ്രോ, അവിടെ വെച്ചോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അടി അത് വെച്ചാൽ മതി. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്താൽ. ഓക്കെ, അപ്പം വീഡിയോ കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ട് കേട്ടോ. ഷോപ്പിൽ വരുമ്പോൾ തന്നെ അറിയാം അമ്മാതിരി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഓരോ ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾക്ക് വേണ്ടിയ ബൈക്ക് ക്യാരിയർ, അതുപോലെ തന്നെ സാഡിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഏതൊക്കെ വണ്ടികളാണെന്ന് ചോദിച്ചാൽ ഇത് കേട്ടോ എനിക്ക് തോന്നുന്നു ഡ്യൂക്കിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മറ്റേ പുതിയ മോഡൽ 390 250 ആ മോഡലൊക്കെ അല്ല, ഇപ്പോൾ എല്ലാ മോഡലും സെയിം ആ മോഡലാണ്. അതിൻ്റെ സാഡിൽ സ്റ്റേയും സാഡിൽ സ്റ്റേയുടെ ബാക്ക് പീസ് ഇതായിരിക്കുന്ന അങ്ങനെ ഒരുപാട് സാഡിൽ സ്റ്റേയും ക്രാഷ് കാർഡുകളും ഉള്ള ഭാഗമാണ് ഈ സെക്ഷൻ. ഇവിടെ നമ്മുടെ ബെൻഡ് വൈപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഹെൽമെറ്റിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്ക്. ആ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജാക്കറ്റ്, ഹെൽമെറ്റ്, ഇവിടെ ഉള്ള അക്സസറീസ്, ഒരുവിധ അക്സസറീസ് എല്ലാം ഈ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ ഡ്യൂക്കിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചതാണെങ്കിലും ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണാമെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. BS3 വണ്ടിയുടെ മീറ്റർ കൺസോളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഡ്യൂക്ക് 390 ഹെഡ്ലൈറ്റ് തിരക്കി കിടക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അതും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ താഴോട്ട് പോയിട്ട് നമ്മളെ 390 ചെയ്ത മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാമേ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ഐറ്റങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ജാക്കറ്റിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, താഴോട്ട് നമ്മൾ 390 എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിൽ ടൈറ്റിട്ട് സെറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു കളർ ഓറഞ്ച് ആകുമ്പോഴേ ഇത് ഓവറാവുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് വച്ച് നോക്കുന്നത്, എന്നിട്ട് വച്ച് നോക്കിയിട്ട് കൊള്ളാമെന്നില്ലേ നോക്കാം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റിയിട്ട് മുകളിൽ ഇരിക്കുന്ന നമുക്ക് യൂണിവേഴ്സൽ ടൈപ്പ് ടൈൽറ്റഡ് ഇല്ല, നമ്മൾ 220 വെച്ചിരിക്കുന്ന ടൈൽറ്റഡ്. ആ ഒരു ടൈൽറ്റഡ് തന്നെ മിക്കവാറും ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം, എന്നിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കുന്നില്ല, മറ്റേ തന്നെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇതിന് വയ്ക്കാൻ നേരത്ത് കൊള്ളായിരിക്കും, എങ്കിലും നോക്കാമേ. ടൈൽറ്റഡ് അപ്പോൾ ഞാൻ മുകളിൽ പോയി വേറെ മോഡൽസ് ഉണ്ട്. മറ്റേ ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ മോഡലും പിന്നെ അല്ലാതെ യൂണിവേഴ്സലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഈ ഒരു നമ്മുടെ 220 വെച്ചിരിക്കുന്ന ഈ ഒരു മോഡൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ വച്ച് നോക്കാം. ഫസ്റ്റിലേ നമുക്ക് ഇത് വെച്ച് നോക്കാം, എങ്ങനെയുണ്ട് ലുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഇത് പക്ക സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന സാധനമുണ്ട്. ഇത് വെച്ച് നോക്കാം. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഈ കളർ എടുത്തറിയാം അങ്ങനെയുള്ള വിഷയം ഉണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് ഇതിൽ ഏതെങ്കിലും വയ്ക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് വയ്ക്കാം. എനിക്ക് ഇപ്പോൾ വണ്ടിയിലിപ്പോൾ ഏകദേശം ഫുള്ളൊരു ഓറഞ്ചിൻ്റെ മയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഓറഞ്ചായാൽ ഓറായിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ കയറ്റാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞ് ബേക്കിലത്തെ ടൈല് ഫുള്ള് നമുക്ക് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിലത്തെ ലുക്ക് ഇപ്പോൾ കണ്ടോ, ആ ടൈല് വയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ ലുക്ക് കേട്ടോ. ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഇരിക്കുമ്പോൾ ഇത് നമുക്ക് പാർക്കിൽ വയ്ക്കാനുള്ള ഹോളാണ് കേട്ടോ ഈ ഒരു ഹോൾ എന്ന് പറയുന്നത്. എങ്കിലും ഇത്രയും സ്പേസ് ബാക്കിയില്ല. അവരുടെ ബ്രാൻഡ് നെയിം കാണിക്കാനായിട്ട് SWV എന്ന് കാണിക്കാനായിട്ട് ഇത്രയും സ്പേസ് അവർ ബാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേത് വെച്ചോളാം ബ്രോ, ഇത് വയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അത് വയ്ക്കാമല്ലേ ഇപ്പം? ആ, കുഴപ്പമുണ്ടോ? കൊള്ളാമല്ലോ. ഇതാണെങ്കിലോ ബോക്സ് വയ്ക്കാൻ കൊള്ളാമോ? ബോക്സ് വയ്ക്കാമല്ലേ? അപ്പോൾ ബോക്സോടെ വയ്ക്കാം. ഇതാണെങ്കിൽ വെളി പോലെ ഈ ഒരു പട്ട വെളിയിലായി പോലെ. ഏതാണ്? ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയാലോ. അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് വച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ലുക്ക് എന്ന് അറിയാനായിട്ട്. ഓ, ബ്രേക്ക് ലൈറ്റിൻ്റെ ഫ്രണ്ട് വരെ വരും അല്ലേ? നമ്പർ പ്ലേറ്റ് ഇല്ലാത്തപ്പോൾ നമ്മളെ ബൈക്കിൻ്റെ ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നു മാരക ലുക്ക് കേട്ടോ, മാരക ലുക്ക്. ഓ, ഇവിടെ ഇല്ല
ചെത്തിപ്പോയാണെങ്കിൽ ഇരിക്കുന്നത്. ബ്ലേഡ് കണക്കിരിക്കട്ടെ അല്ലേ, അത്രയും വരും അല്ലേ, ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടെ വരെ വരും അല്ലേ, ലുക്ക് പോകും അല്ലേ. ഇത് കൊള്ളാമോ അല്ലേ, മറ്റേതാണോ നല്ലത്? അപ്പോൾ ലാസ്റ്റ് കൺഫേം ചെയ്ത് ഇതല്ല നമ്മുടെ 210 ഇരിക്കുന്നത്, ആ സെയിം മോഡൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് വെച്ചാൽ കൊള്ളാം, കുറച്ചുകൂടെ അകത്തോട്ട് കയറിയിരിക്കും. പക്ഷേ പോലീസ് അങ്ങനെ സ്കെച്ച് ഇട്ടാലും ചിലപ്പോൾ പണി കിട്ടും. വെച്ചാൽ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നമ്പർ പ്ലേറ്റാണ്. അവരെങ്ങനെ ഇത് ചെക്ക് ചെയ്ത് പൊക്കിയാൽ ആര് പണി കിട്ടും. മാത്രമല്ല പിന്നെ അത് അകത്തോട്ടാണ് കയറി ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവർ കറക്റ്റ് കാണാനും കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ആൾക്ക് തോന്നുന്നത്. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റാണ്. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വരികയും ചെയ്യും, ഇത്രയും കിട്ടുകയും ചെയ്യും. നമ്പർ പ്ലേറ്റ് കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഇതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നിട്ടുള്ളതിലും 390 കുറച്ച് എല്ലാവരും സെറ്റ് ചെയ്ത മോഡൽ ഈ മോഡലിലാണ് നമ്മുടെ മച്ചാൻ പറഞ്ഞത്. പക്ഷേ പേരെന്താ? ഹാരിസ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ മതി, ഫിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീട്ടിൻ്റെ പ്രൈമറി കോട്ടിങ് ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി കിറ്റുകളൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇവിടെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർഡർ ചെയ്തെടുത്ത് വെച്ചാലല്ലേ, അതിന് മുമ്പേ നിങ്ങൾ എടുത്ത് വെക്കുന്നതാണ്? ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അല്ലേ. അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് എടുത്ത് വെച്ചാൽ കുറച്ച് പാട്ടുകളാണ്. ഇത് കാണുമ്പോൾ ഒന്നും അറിയാൻ വയ്യ, വൈറ്റ് ആയതുകൊണ്ട്. ബാക്കി അവിടെ ഡ്യൂക്കിൻ്റെ ടാങ്കൊക്കെ അവിടെ വർക്ക് കിടക്കണം. അപ്പം ഏതെങ്കിലും പാർട്സ് ഇതെനിക്ക് വേണമെങ്കിൽ എടുത്ത് പറഞ്ഞാൽ പാർട്സും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് പെയിൻറ്റിങ്ങും അവൈലബിൾ ആണ്. ക്യാൻഡി ഓറഞ്ച്, ക്യാൻഡി റെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പൊളി. അപ്പോൾ അവിടെ നമ്മുടെ ഹാരിസ് നമ്മുടെ ടെൽറ്റഡി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ടെൽറ്റഡി മിക്കവാറും പൊളിയായിരിക്കും. കുറച്ച് നല്ല വിശ്വാസത്തോടെയാണ് ഞാൻ ഇപ്പോൾ ടെൽറ്റഡി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് ഇത്രയും നീളത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇൻഡിക്കേറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം എന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റിന്ന് ഊരി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ കിടക്കുന്നുണ്ടോ കണ്ടോ. അപ്പോൾ ഈ ഹോളിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഈ ഇൻഡിക്കേറ്റർ. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് അത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്നോളൂ ഇൻഡിക്കേറ്റർ. എന്നിട്ട് നമ്പർ പ്ലേറ്റ് ഇവിടെ വയ്ക്കുമ്പോൾ പൊളി ലുക്കാവും. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ വച്ച് നോക്കി കൊള്ളാം. പക്ഷേ ബോക്സ് വെച്ചാൽ കൊള്ളാമോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ബോക്സ് മുകളിൽ കാണണം. അപ്പോൾ ബോക്സ് എടുക്കാനായിട്ട് മുകളിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിം എടുത്ത് JB റേസിങ്ങിൻ്റെ ഫ്രെയിമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതോടെ ഉണ്ട്, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഉണ്ട് കേട്ടോ. ഇതുകൂടെ കൊണ്ട് ഇപ്പോൾ വച്ച് വെക്കാൻ കൊള്ളാമോ ഇല്ലേന്ന്. അപ്പോൾ ഫ്രെയിം വയ്ക്കുമ്പം ഈ ഒരു ലുക്കാണ്. എങ്ങനെയുണ്ട് ബ്രോയുടെ അഭിപ്രായം? കൊള്ളാമല്ലേ ബ്രോ ഒന്ന് ഇത് കൊള്ളാമെന്ന് നോക്കിയേ. ഈ ഫ്രെയിം വയ്ക്കുമ്പോഴേ കൊള്ളാമെന്ന് നോക്കിയാ, അല്ല ഇല്ലാത്തതാണോ നല്ലത്? കൊള്ളാമല്ലേ? ഓക്കെ, അപ്പം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാർക്ക് ലൈറ്റ് ഇല്ലേ, അതിൻ്റെ കണക്ഷനോടെ കൊടുക്കാനാണ്. അതിൻ്റെ വയറിങ് എടുത്ത് നമ്മളെ സാധാ പാർക്ക് ലൈറ്റ് തന്നെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റ് എത്തിക്കാൻ നമ്മൾ മെയിൽ പോർട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെയിൽ പോർട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നത് കേട്ടോ. വയർ കട്ടൊന്നും ചെയ്യുന്നില്ല. ഇതിൽ വരുന്ന വയറില്ലേ, പാർക്ക് ലൈറ്റ് വരുന്ന വയർ ഓൾറെഡി കട്ട് ചെയ്താണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മളിതാ ഈ മെയിൽ പോർട്ട് സെറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്ത് ഇതാ നമ്മുടെ പാർക്ക് ലൈറ്റ് അവിടെ കത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് നമ്മളെ പറ്റി അടിക്കുന്നത് തോന്നുന്നത്, രാത്രി കറക്റ്റ് അറിയാൻ പറ്റുന്നുള്ളൂ. കുഴപ്പമില്ല. ഇനി സീറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വണ്ടി പുറത്ത് ഇറക്കിയിട്ട് വണ്ടിയിലെ ലുക്ക് എങ്ങനെ നോക്കാമേ. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ടൈൽറ്റടി സെറ്റ് ചെയ്ത് വണ്ടിയുടെ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി മാറൊക്കെ ലുക്ക് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ ചെയ്യാൻ കേട്ടോ. ഞാൻ അധികം ഓവറായിട്ട് ഇതിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ കുറച്ച് ലോങ് റൈഡും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റൈഡിങ് കംഫർട്ടൊക്കെ നൽകുന്ന കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ മിറർ കുറച്ച് ആൾക്കാർ ചോദിച്ചാൽ നമ്മൾ ബാറിൻ്റെ മിറർ മാറ്റി സ്റ്റോക്ക് മിറർ കയറ്റിയാൽ കാരണം എന്തെന്ന്. അപ്പോൾ ഞാൻ ബാറിൻ്റെ മിറർ കയറ്റിയ സമയത്ത് എനിക്ക് നല്ല ലോങ്ങൊക്കെ പോകാൻ നേരത്തെ ഇതിലെപ്പോഴും ഇതിൻ്റെ ഹെൽമെറ്റൂടെ വരുന്നുണ്ട്, ഈ കുനിഞ്ഞിടന്ന് നോക്കണം. അപ്പോൾ നമ്മൾ റോഡോ ഈ മിററോ ആയിട്ട് നമുക്ക് നോക്കാൻ നേരത്തെ ചെറിയൊരു റൈഡിങ് കംഫർട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ഞാൻ ഇപ്പോൾ സ്റ്റോക്ക് മിറർ ആക്കിയത്. പക്ഷേ മറ്റേത് കുറച്ചും കൂടെ ഒരു ഫ്രീക്ക് ലുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ബാറിൻ്റെ മിറർ കയറ്റാൻ നേരത്ത് ഇത് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. പക്ഷേ ലുക്കിനേക്കാളും നമ്മൾ റൈഡ് പോകാൻ നേരത്ത് കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റോക്ക് മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ബാക്കി മോഡിഫിക്കേഷനൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. 390 അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാമേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷോപ്പിൽ നിന്നാണ് ഗിയർ ഓൺ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെനോൾഡ് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നമ്മൾ കല്ലുംതാഴത്താണ് സ്പോട്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷനും മറ്റേ ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചാൽ മതി. കൊറിയറോ മറ്റു ആവശ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഷോപ്പിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.